അവൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് 36,000 രൂപയാണ് ഇനി കമ്പിയിട്ട് പോയി സമ്മതിക്കില്ല ഗൈസ്. കമ്പി കറണ്ട് പോയി ഗൈസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബ്രേസസ് ജേണി ആയിട്ട് ഇടാന്നാണ് ഗൈസ് വിചാരിച്ചത്. എത്ര കോസ്റ്റാണ്, ഇട്ടിട്ട് എത്ര നാളായി. ഞാനൊരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് എന്ന്. അപ്പോൾ അതെന്താണ് റീസ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഉണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ആയിട്ട്, ലോങ് വീഡിയോ ആയിട്ട് ഇടാന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ വീട്ടുകാരും എൻ്റെ ഭർത്താവും എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ കമ്പി ഇടേണ്ട ആവശ്യമില്ല, ഞാൻ കുറച്ച് സ്കിന്നി ആണല്ലോ, കുറച്ച് കവിള് വെക്കുമ്പോഴത്തേക്കും അത് പല്ലകത്തോട്ട് ആവുമല്ലോ, കവിള് വയ്ക്കുമ്പോൾ പല്ലകത്തോട്ടാവുമല്ലോ, അപ്പോഴത്തേക്കും ആ ഒരു ചെറിയ തള്ളൽ മാറും എന്നാണ് അവരെല്ലാം പറഞ്ഞത്. ആരും ഇടണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ചിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊരു റീസൺ കൊണ്ട് മാത്രം ഞാൻ പോയി എൻ്റെ ഒരു വാശിക്ക് ഞാൻ പോയി കമ്പി ഇട്ടതാണ് ഗൈസ്. അതിനെന്തായാലും എനിക്ക് തികഞ്ഞ്. എനിക്ക് 2024 ഒരു എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ അത് ഫെബ്രുവരി ആണ് അത് ഗൈസ്, കറക്റ്റ് മന്ത് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് ഞാൻ കമ്പി ഇടുന്നത്. കമ്പി ഇട്ട് എനിക്ക് വീടിനടുത്തുള്ളൊരു ക്ലിനിക്കിലാണ് ഞാൻ പോയി ഇട്ടിട്ടുണ്ടായിരുന്നത്. പല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ എടുത്ത് ഗൈസ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വേദനയോ കാര്യങ്ങളോ പല്ല് എടുത്തതിന് ശേഷം ഇല്ലായിരുന്നു. പല്ല് എടുക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ല, അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിക്ക് പല്ലൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് വേദന കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോയി. പിന്നെ കമ്പി മുത്തൊട്ടിച്ച് എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി. പിന്നെ മന്ത്ലി നമുക്ക് ടൈറ്റ് ചെയ്യാൻ ചെല്ലണമല്ലോ. അങ്ങനെ ഞാൻ എല്ലാ മാസം പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് എനിക്ക് ഹൈദരാബാദിലോട്ട് പോവേണ്ടി വന്നത് കോഴ്സിൻ്റെ ആവശ്യത്തിനായിട്ട്. അപ്പം ഞാൻ അവിടെ പോയി. അവിടെ 2-3 മാസം അവിടെ പോയി. 2-3 മാസം എടുത്തിട്ടില്ല, 2 ആ ഒരു ഇടയിൽ എനിക്ക് 2 മാസം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ടൈറ്റ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് അടുത്ത മാസം തൊട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴും എനിക്കെന്തോ തിരക്ക് വന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 3-4 മാസം ഞാൻ ടൈറ്റ് ചെയ്യാൻ ആ വഴിക്കേ ഞാൻ പോയിട്ടില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ നിന്ന സമയത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളെ വലത്തെ പല്ല് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന പോലൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മൈൻഡ് ചെയ്യാതെ വിട്ട് നാട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ല രീതിക്ക് താഴെ വരാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിക്കുന്ന തന്നെ ഏട്ടൻ അവൻ പറഞ്ഞ്, എടി ഒരു പല്ല് എന്തെങ്കിലും ഇറങ്ങി വരുന്ന, നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ എൻ്റെ ഒരു പല്ല് ഇറങ്ങി. അതായത് നല്ല രീതിക്ക് ഞാൻ ചിരിക്കുമ്പം നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു, ഒരു പല്ല് ഇറങ്ങി ഒരു പല്ല് കയറിയും. ചിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ദൈവമേ ഒരു പല്ലിങ് ഇറങ്ങി വന്ന് എൻ്റെ മനസ്സിൽ എല്ലാ പല്ലും അതേപോലെ ഇറങ്ങി വരും. കാരണം ടൈറ്റ് ചെയ്യാതെ കുറേ മാസം ഡിലേ ആക്കി, എൻ്റെ മിസ്റ്റേക്കാണ്. വീണ്ടും ഇത് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ക്ലിനിക്കിൽ വീടിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ക്ലിനിക്കിൽ പോകാന്നൊക്കെ വിചാരിച്ചു. അവിടെ വിളിച്ചു വെച്ച് പറഞ്ഞു ക്ലിനിക്ക് ആയതുകൊണ്ട് മന്ത്ലിയാണ് ഡോക്ടർ വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ വരുമ്പോഴത്തേക്കും വന്നാൽ മതി എന്നവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അത്രയും ദിവസം വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ലായിരുന്നു ഗൈസ്. എനിക്ക് അങ്ങ് ടെൻഷനായിപ്പോയി. പിന്നെ എന്തെങ്കിലും ഇത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് മാറി ട്രിവാൻഡ്രം വഴുതക്കാടുള്ള കമല ഡെന്റൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ അവിടെ പോകാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഗ്ലാമിക്കങ്ങ് ചേച്ചി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി അവിടെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറി സെർച്ച് ചെയ്ത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അവരുടെ പേജിലൊക്കെ കയറി നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ അവിടെ പോവാന്ന് എനിക്ക് തോന്നി. കാരണം ഫുൾ ടൈം ഡോക്ടേഴ്സ്മാർ അവിടെ ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലല്ലേ, അങ്ങനെ അവിടെ പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ പോയി. മാർച്ച് ഏപ്രിൽ മെയ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഞാൻ പോയത്. മെയ്യിലാണെന്ന് തോന്നുന്നു ഞാൻ പോയത്. അതിന് അവിടെ ചെന്നിട്ട് ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ ചെയ്യണം, കുഴപ്പമില്ല, മാറ്റാൻ പറ്റും എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സത്യമായ ശ്വാസം വീണത് ഗൈസ്. അങ്ങനെ ഞാൻ അന്ന് അവിടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞു. ഫസ്റ്റ് ഇത് ഈ ക്ലിപ്പ് ഫുള്ള് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതെ, ഇനി അങ്ങോട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് ക്ലിനിക്കിൽ പോയ സമയത്ത് എനിക്ക് ടോട്ടല് പറഞ്ഞതെന്ന് വെച്ചാൽ 16,000 16,000 റുപ്പീസാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ഇവിടെ
ക്ലിനിക്കിൽ ഒരു 10,000 റുപ്പീസ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു 10,000 രൂപ കൊണ്ട് കളഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ അടുത്തതിലേക്ക് പോയത്. അങ്ങനെ കോസ്റ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വീട്ടിൽ വന്ന് ഏട്ടനുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അവിടെ തന്നെ എന്തായാലും പല്ലൊന്നും ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്, ഇനി വേറെ വഴിയില്ല, അവിടെ തന്നെ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ദിവസം പോയിട്ട് അവർ പല്ല് ക്ലിപ്പൊക്കെ റിമൂവ് ചെയ്ത്, താഴത്തെ ക്ലിപ്പും റിമൂവ് ചെയ്ത്, ഇതിനെല്ലാം സെപ്പറേറ്റ് ചാർജസ് ആണ് കേട്ടോ, റിമൂവ് ചെയ്ത് ഫുള്ള് പല്ല് ക്ലീൻ ചെയ്തിട്ട് വന്ന് ഡോക്ടർ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലത്തെ 2 പല്ല്, ഈ 2 പല്ലില് എന്തോ കുഴി പോലെ ഉണ്ട്, ഇപ്പുറത്തെ ഈ പല്ലിലും ചെറിയൊരു കേട് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് ചെന്ന സമയത്ത് ആ ഡോക്ടറാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഫില്ല് ചെയ്യാതെ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഈ പല്ല് മൊത്തത്തിൽ ഡാമേജ് ആയി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ ഡോക്ടർ ഫില്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും അവിടെ ചെന്നിട്ട് അവർ ഈ പല്ല് ഫില്ല് ചെയ്ത് എല്ലാം സെറ്റാക്കി ലെവലൊക്കെ ആക്കി സെറ്റാക്കി തന്നു ഗൈസ്. എന്നുവെച്ചാൽ ഒരുപാട് നാളുണ്ടായിരുന്നു ആ കുഴി, ഞാൻ ചിരിക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കമ്പി ഇട്ടതിന് ശേഷം ആ കുറച്ചുകൂടെ ആ കുഴി നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പുറത്തൊരു കേടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഫില്ല് ചെയ്യാൻ പിറ്റേ ദിവസം ഞാൻ പോയി ഫില്ല് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടാക്കിയിട്ട് അവർ നമ്മളെ പഴയ പ്രോസസ്സ് തന്നെ. എനിക്ക് പക്ഷേ ഇവിടെ ഗ്യാപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ഇട്ട് ഗൈസ്. കാരണം ഈ അറ്റത്ത് കിടക്കുന്ന സ്റ്റീലിൻ്റെ സാധനം ഇടാൻ വേണ്ടിയിട്ട് ഈ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് വരും. അപ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റീൽ ഇടുമ്പോൾ അത്രയും വേദന വരത്തില്ല. എനിക്ക് മുമ്പ് അങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു, വെറുതെ കമ്പി ഇട്ടിട്ട് വലിച്ചിങ്ങനെ ഇട്ടിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റീൽ ഇട്ടിട്ടുണ്ട്. സ്റ്റീൽ ഇട്ടിട്ടാണ് അതിൽ ബ്രേസസ് ഇങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുന്നത് ഗൈസ്. അങ്ങനെ ഈ റബ്ബർ ഇട്ട സമയത്ത് എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറഞ്ഞു. ഒരാഴ്ച റബ്ബർ താനെ സ്പേസ് വരുമ്പോഴത്തേക്കും താനെ ഇളവി പോകുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച എനിക്ക് ഒന്നും എന്ന് വെച്ചാൽ വെള്ളം പോലും കുടിക്കാൻ തുറക്കാൻ വയ്യ, ഇങ്ങനെ ആക്കാൻ പോലും വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. ഇത്രയും ഒരു ബ്രേസസ് ജേണിയിൽ ഇവിടം വരെ നിൽക്കുന്നതിൽ എനിക്ക് പല്ല് എടുത്തപ്പോൾ പോലും ഒരു വേദനയില്ലായിരുന്നു. പക്ഷെ ആ റബ്ബർ ഇട്ടപ്പോൾ നല്ല രീതിക്ക് പെയിൻഫുൾ ആയിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഈ പല്ല് ശരിയാക്കാനാണല്ലോ നമുക്ക് സഹിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് ഗൈസ്. അങ്ങനെ ഇട്ട് ഫുള്ള് മുത്തൊക്കെ ഒട്ടിച്ച് പിന്നെ ഒരു ദിവസം ചെന്നിട്ടാണ് മുത്തൊട്ടിച്ച് കമ്പിയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് 2 പ്രാവശ്യമായി ടൈറ്റ് ചെയ്യാൻ പോയിട്ട് ഇവിടം വരെ ട്രീറ്റ്മെൻറ്റ് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വേറൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ഇറങ്ങിയോ താഴെയില്ല, പക്ഷെ താഴെ നല്ലോണം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. മുകളിൽ കുറച്ച് പാടാണ്, ഇപ്പോഴ് ഗ്യാപ്പ് കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് ഗൈസ്, വെറുതെ ഇരുന്ന പല്ലിനെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നതാണ് എൻ്റെ ഒരു ഇതെന്നല്ല. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആർക്കായാലും ഞാനിത് ഒരിക്കലും കമ്പിയിടാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഇൻ കേസ് അത്രയും വലിയ തള്ളലാണ് എങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ചെറിയ തള്ളലിനൊക്കെ കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാവുന്നതേ ഉള്ളൂ. വെറുതെ 4 പല്ല്, എൻ്റെ പല്ല് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പല്ലായിരുന്നു. 4 നല്ല പല്ലാണ് വെറുതെ എടുത്ത് കളഞ്ഞത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പല്ലിൽ നല്ല ഞെരുക്കമുള്ള പല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് പോലും ഇല്ല, ഇങ്ങനെ ഞെരുങ്ങി ഇരിക്കുന്ന പല്ലായിരുന്നു. അപ്പോഴത്തേക്കും അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 4 പല്ല് എടുക്കാതെ അകത്തോട്ട് പോവത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 4 പല്ല് വെറുതെ എടുത്ത് കളഞ്ഞെന്ന് വേണം പറയാം. ഇപ്പം ആലോചിക്കുമ്പോഴത്തേക്കും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പം ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേ വീട്ടുകാരും ചേട്ടനൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ചിരിക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഒരു ഇതിനാണ് ഗൈസ് പോയിട്ടത്. പക്ഷെ അത് ഭയങ്കര ഒരു ഇതായി എന്ന് വെച്ചാൽ വേറെ പ്രശ്നമല്ല, വേറെ കുറച്ച് പൈസ പോയി, അതുമല്ല കുറച്ചല്ല നല്ല പൈസ പോയി. അതുമല്ല എനിക്ക് ഇനിയൊരു സത്യം പറഞ്ഞാൽ 1.5 വർഷം കൂടുതൽ വേണ്ടി വരും ഇത് നേരായിട്ട് വരാൻ. ടോട്ടൽ ഒരു 3-4 അടുപ്പിച്ചാവും ഗൈസ് എൻ്റെ ഈ പല്ല് ശരിയായി വരെ. എൻ്റെ 4 വർഷമാണ് ഗൈസ്, 4 വർഷം നിങ്ങൾ ആലോചിക്കണം. അപ്പം അത് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു വിഷമമുണ്ട്, ഇത്രയും നാളും ഇട്ടിട്ട് ഇത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ പല്ല് എല്ലാം സെറ്റായി അകത്തോട്ട് പോയതിന് ശേഷം നമ്മൾ അവസാനത്തെ കടവാപ്പല്ലു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത്, അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അതെടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നും പല്ല് ഫ്രണ്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ ചിരിക്കുമ്പോൾ ഇവിടെ കുറച്ച് ചത പോലെ ഉണ്ട് ഗൈസ്, അതും കട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാൻ പറ്റുന്നവർ മാത്രമേ കമ്പി ഇടാൻ
പോവാവുള്ളൂ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ, എനിക്ക് അറിയാവുന്നവർ തന്നെ പകുതി ഈ മുത്ത് ബ്രേസസ് ഇട്ടതിന് ശേഷം പിന്നെ അത് മടുത്തിട്ട് ഊരിക്കളഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട് ഗൈസ്. ഇത് കറക്റ്റ് ഓരോ മന്തിലെയും പോയി ടൈറ്റ് ചെയ്ത് അങ്ങനെ പോവാന്നുള്ളവർ മാത്രം പോയി ഇടുക, അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിക്കുമ്പോൾ ഈ ഒരു പല്ല് മാത്രം ആദ്യം വരുമായിരുന്നു ഗൈസ്. കഥവേ, ഈ ഒരു പല്ല് മാത്രം ആദ്യം വന്ന് ചിരിക്കുമ്പോൾ ആദ്യം ഇത് മാത്രം ഇറങ്ങി വരുമായിരുന്നു. പിന്നെ ആൾക്കാർ എൻ്റെ കൂടെ ചോദിച്ചു തുടങ്ങി, അയ്യോ കമ്പി ഇട്ടിട്ട് നിന്റെ പല്ല് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കമ്പി ഇടുന്നവർ നല്ല രീതിക്ക് ആലോചിച്ചിട്ട് ഇടുക ഗൈസ്. ഇതിൻ്റെ ഒരു ഇപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 36,000 രൂപയാണ്. ഇനി കമ്പിയിട്ട് കോഴ്സ് സമ്മതിക്കില്ല ഗൈസ്. കമ്പിയിട്ട് ഇനി സെറ്റാവാനുള്ള ഒരു റേറ്റാണ് അവർ 36,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിപ്പ് റിമൂവ് ചെയ്തു, എടുത്തു, പല്ല് ക്ലീൻ ചെയ്തു, അതൊക്കെ സെപ്പറേറ്റ് ചാർജാണ്. അപ്പോൾ അല്ലാതെ ഈ ഒരു കമ്പി ഇടുന്നതിന് മാത്രം 36,000 ആണ് എനിക്ക് ആവുന്നത്. അപ്പോൾ പകുതി ഒരു 20,000 ഫസ്റ്റ് അടയ്ക്കണം. ഫസ്റ്റ് ഞാൻ അടച്ചു. ഇനി ബാക്കി എമൗണ്ട് ടൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും 1,100 സംതിങ് എന്തോ അടച്ചാൽ മതി. എന്താണോ എന്തോ ഗൈസ്, ഞാൻ ചേട്ടൻ്റെ വാക്ക് കേൾക്കാതെ എടുത്ത് ചാടുന്ന എല്ലാം ലാസ്റ്റ് കുഴിയിലേ ചെന്ന് അവസാനിക്കാറുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ അമ്മയും, അവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യവും ഞാൻ കേൾക്കാറില്ല. പ്രത്യേകിച്ച് ചേട്ടൻ പറയുന്ന ഒരു കാര്യവും ഞാൻ കേൾക്കാറില്ല. അവൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റേ ഞാൻ ചാടുള്ളൂ ഗൈസ്. ചാടി എനിക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ അതായത് ബ്രേസസ് ഇടുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ എനിക്ക് നാണക്കേടാണ്. എൻ്റെ പല്ല് എന്തോ സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് തോന്നുന്നുണ്ട് എൻ്റെ പല്ലിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എപ്പോഴും നാച്ചുറലാണ് ഗൈസ് നല്ലത്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ജീവിതകാലം മുഴുവനും നിൽക്കുന്നത് എന്ന ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു ബ്രേസസ് ജേണി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാൻ ഇന്നലെ പോയി ടൈറ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കുമ്പോൾ ഇവിടെയൊക്കെ കൊണ്ട് കീറി മുറിയാണ് ഗൈസ്. ഇവിടെയൊക്കെ പല്ലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇളവി വീഴുന്ന കണക്കുള്ള പെയിനാണ്. എനിക്കൊന്നും ചവയ്ക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. പ്രോപ്പറായിട്ട് കമ്പി ടൈറ്റ് ചെയ്യാൻ പോണതിൻ്റെ ദിവസം എങ്ങനെയായാലും എന്ത് തിരക്ക് മാറ്റി വെച്ചാലും അന്നത്തെ ദിവസം തന്നെ പോയി അത് ചെയ്യുക എന്നതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കൊടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് നേരെ വാക്കുകൾ കിട്ടത്തില്ല. പെട്ടെന്ന് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടത്തില്ല, കുഴഞ്ഞൊക്കെ പോവും. അതായത് തിരിഞ്ഞൊക്കെ വരും വാക്കുകളെ. അങ്ങനത്തെ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ കമ്പി ഇട്ടേക്കുന്നതുകൊണ്ടാണ്. കാരണം കൂടുതലും ഇങ്ങനെ സ്ട്രെയിൻ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ അത്രയും കെയർ കൊണ്ട് ഇങ്ങനെ മുറിയുന്നുണ്ട്. അതും ഒരു കുഴപ്പമാണ് ഗൈസ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ ഇനിയും ലോങ് ആയിക്കൊണ്ട് പോകണില്ല. കാരണം നിങ്ങൾക്ക് എന്നെ കണ്ട് എൻ്റെ അലപ്പല ചെറപറ അലപ്പ് കേട്ട് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ബോർ അടിക്കാതെ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് മസ്റ്റാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.